ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരുന്നു. അപ്പോൾ ചെറിയ ഗ്രോ ബാഗൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്നാണ്ട് ഇതിൽ നമ്മൾ കുറേ ഒരു ചെറിയ കവറിൽ നമ്മൾ ബോഗൻവില്ലേൻ്റെ തൈ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണത്. അപ്പോൾ ഈ കവറൊക്കെ ഒന്ന് ഉരുമ്പി ഏകദേശം തീരുമാനമായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ബോഗൻവില്ല തെളുത്ത് ഏകദേശമൊക്കെ ചില ചെറിയ കുഞ്ഞു തൈകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി നടാൻ കരുതി. ഇതിലുകൊണ്ട് ബോഗൻവില്ല കവറ് തീരുമാനമായിട്ടുണ്ട്. പിന്നെ നമ്മൾ കവർ വാങ്ങിക്കാണ്ട് അതിലും കുറേ തൈകൾ പിടിപ്പിച്ചിട്ടുണ്ടായിന്. അപ്പോൾ നമുക്കിതെങ്ങനെ റിപ്പോർട്ട് ചെയ്യാമെന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നമുക്കൊരു 10-15 പോലെ നമ്മൾ ഇതേമാതിരിക്ക് ഇതാക്കിയിട്ടുണ്ട്. മണ്ണ് അരച്ചിട്ടുണ്ട് കുഞ്ഞു കവറിൽ. ഇതാണ് നമ്മൾ പല കളറും പിടിപ്പിച്ചിട്ടുണ്ടായില്ലേ. അതൊക്കെ പിടിച്ചേക്കണമെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇതാണ് തളിർപ്പെന്ന് വേരൊക്കെ വന്നിട്ട് ഇത്രേ വേര് വന്നിട്ടുള്ളൂ. പക്ഷേ തളിർപ്പ് അത്യാവശ്യം നല്ല നീണ്ടു പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്നുകൊണ്ട് നമുക്ക് പിടിപ്പിച്ചിട്ട്, കാരണം നമ്മളൊരു 10 കൊമ്പ് പിടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 3-4 പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിത് ജസ്റ്റൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്നാണ് കാണിച്ചു തരാം. കാരണം നമ്മൾ ഈ കവറിന് ₹1 അറ്റുള്ളൂ തോന്നുന്നുണ്ട്. അങ്ങനത്തെ കവർ നമുക്ക്, കാരണം നമുക്കിത് വലിയ കവർക്ക് പിടിപ്പിച്ചാൽ മാത്രമുള്ളതില്ല, അതിന് മാത്രമുള്ള ഒരു ഇതന്നെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി നടാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ മുല്ലപ്പൂ നല്ല സ്മെല്ലുണ്ട്. നമ്മളിവിടെ അടുത്ത് പണിയെടുക്കുമ്പോൾ ഭയങ്കര സ്മെല്ലായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ കാരണം ഈ കവറുകളൊക്കെ നുരുമ്പിയിട്ടുണ്ട്. നമ്മൾ കുറേ ഇടാൻ വെച്ചിൻ്റെ കവറിൽ ഇങ്ങനെ ജസ്റ്റ് കമ്പ് നട്ട് വെച്ചിട്ടേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മൾ അതിനായിട്ട് മണ്ണരച്ച് വെച്ചതൊന്നുമല്ല. അതിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കും. അതിലിങ്ങനെ കിട്ടണത് നമ്മൾ സെറ്റാക്കി വെച്ചെന്നുള്ളൂ. നമുക്കൊരാൾ തന്നതായിരുന്നു.